നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് സർക്കാർ ആശുപത്രിയിൽ പോയാലാണ് ഏറ്റവും കൂടുതൽ പേഴ്സ് കീറുന്നത് എന്ന് ആർക്കാണ് അറിയാത്തത്? എത്ര ഹോസ്പിറ്റൽ ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്, പക്ഷെ അവിടെ ഒരു പ്രസവം പോലും, ഒരു സിസേറിയൻ പോലും നടക്കുന്നില്ല. സർ, കേരളത്തിന്റെ സർക്കാർ സംവിധാനങ്ങളെ അടച്ച് ആക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമം നിർഭാഗ്യകരമായി കേരളത്തിന്റെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. സർ, എന്നെ അമ്പരപ്പിച്ചതും ദുഃഖിപ്പിച്ചതും പെരിന്തൽമണ്ണ അംഗം, ബഹുമാന്യനായിട്ടുള്ള പെരിന്തൽമണ്ണ അംഗം, അദ്ദേഹത്തിൻ്റെ ഒരു വാചകമാണ് സർ. അദ്ദേഹം ഈ സഭയിൽ പറയുകയാണ് സർക്കാർ ആശുപത്രികളെക്കാൾ ചെലവ് കുറവ് പുറത്താണ് എന്നുള്ളത്. സർ, ആരെ സഹായിക്കാനാണ് സർ അത്? സാർ, കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ പ്രസവം നടക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. സർ, അദ്ദേഹം അത് പിൻവലിക്കണം. സർ, നവോത്ഥാന കാലഘട്ടത്തിൽ തുടങ്ങി സാർ ആദ്യത്തെ സർക്കാരിൻ്റെ EMSന്റെ കാലഘട്ടത്തിൽ ഈ സഭ പാസാക്കിയ സാർവത്രിക വിദ്യാഭ്യാസ നിയമം ഉൾപ്പെടെയുള്ള വിപ്ലവകരങ്ങളായിട്ടുള്ള നിയമനിർമ്മാണങ്ങളിലൂടെ നാം ആർജിച്ച വിദ്യാഭ്യാസ മുന്നേറ്റത്തിലൂടെയും സാമൂഹ്യ മുന്നേറ്റത്തിലൂടെയും രൂപപ്പെട്ടതാണ് സാർ കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ സംവിധാനം. ആ സംവിധാനത്തെ ഈ നിലയിലാക്കിയതിൽ ഒരുപാട് പേരുടെ വിയർപ്പൊഴുക്കിയിട്ടുണ്ട് സാർ.